ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കും ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കും ഫയൽസ്, ഡാറ്റാസ്, ഓഡിയോസ്, വീഡിയോസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാജാവിൻ്റെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, ഇതേ അതുപോലെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് ഫയൽസും ഡാറ്റസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതേ ഇടത് ഭാഗത്തായിട്ട് ഞാൻ ഐഫോണിൻ്റെ 30 എന്ന് പറയുന്ന ഒരു ഡിവൈസും വലത് ഭാഗത്തായിട്ട് റെഡ്മിയുടെ നോട്ട് 6 Pro എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ രണ്ട് മൊബൈൽ ഫോണിലും ആൻഡ്രോയിഡിലും ഐഫോണിലും ആയിട്ട് നമ്മൾ ഈ ഒരു സാപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ട് മൊബൈൽ ഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്, ഐഫോണിൽ ഇത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്, ആൻഡ്രോയിഡിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തതാണ് കേട്ടോ. പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമ്മളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഫയൽസിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ വൈഫൈൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം നമ്മളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫയൽസ് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് ആൻഡ്രോയിഡിൽ ചിലപ്പോൾ ക്രിയേറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു ഓപ്ഷൻ ആയിരിക്കും വരിക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുകയാണ്. ലൊക്കേഷൻ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, വൈഫൈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അലോ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ താഴെ കാണുന്ന നെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഒന്നുകൂടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അലോ ഒന്ന് കൊടുക്കുക. ആൻഡ്രോയിഡിലൊരു QR കോഡ് വരും. ഐഫോൺ ഉപയോഗിച്ചിട്ട് നമ്മളതൊന്ന് സ്കാൻ ചെയ്യാണ് വേണ്ടത്. ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനിങ് കാണാവുന്നതാണ്. ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ കാണുന്ന ഈ ഒരു സ്കാനിങ്ങിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക. സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും, ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അതിൽ ജോയിൻ പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ജോയിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് നമുക്ക് കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് ഡിവൈസും കണക്റ്റ് ആവുകയാണ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൊബൈൽ ഫോണൊന്ന് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പോൾ രണ്ട് മൊബൈൽ ഫോണും കണക്റ്റ് ആയിട്ടുണ്ട്. ഈ ആൻഡ്രോയിഡിൽ മുകളിലായിട്ട് ഒരു ഐഫോണിൻ്റെ ഒരു ചിഹ്നം, ഒരു ലോഗോ വന്നിട്ടുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റ് ഡിവൈസിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അത് തിരിച്ചും അതുപോലെ തന്നെയാണ് വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നമുക്ക് കണക്റ്റ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ഫയൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നു. ഞാൻ എൻ്റെ ഒരു കിട്ടിൽ ഫോട്ടോ ഉണ്ട് കേട്ടത്തിൽ. അപ്പോൾ ഞാൻ ആ ഒരു ഫോട്ടോ ജസ്റ്റ് ആ ഒരു ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് അയക്കാനായിട്ട് പോകണം. നമ്മളതിന് മുകളിലായിട്ടൊരു ടിക്ക് മാർക്ക് ഉണ്ടായിരിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഷെയർ ചെയ്യേണ്ട ഫോട്ടോസ്, വീഡിയോസൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ട്രാൻസ്ഫർ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. മുകളിലുള്ള ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫയലിൻ്റെ സൈസ്, സ്പീഡ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ വളരെ ഫാസ്റ്റായിട്ട് കയറിയിട്ടുണ്ട്. സിനിമയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സ്പീഡിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ആൻഡ്രോയിഡിൽ നിന്ന് iOSലേക്ക് ഒരു ഫോട്ടോസ് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. ഈ കാണുന്നൊരു പൂവിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് പൂവാണ് കേട്ടോ. ഈ ഒരു പൂവിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ കാണുന്ന ഒരു സെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഡോട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സെൻഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടോ, അതേ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് അത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഫയൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫയൽ എവിടെ കാണുന്നല്ലേ, അതായത് ആൻഡ്രോയിഡിലും ഐഫോണിലും എവിടെ കാണുന്നല്ലേ, നമ്മളെ കറക്റ്റ് ഗാലറി തന്നെ നമുക്ക് ഈ ഒരു ഫയൽസ് കാണാനായിട്ട് പറ്റും. ഇത് ഈ ഐഫോണിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ആൻഡ്രോയിഡിൽ നിന്ന് ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഇതേടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ, ഗാലറി തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ആൻഡ്രോയിഡിൽ എവിടെ ഉണ്ടാവുന്നതും കൂടെ ഒന്ന് നോക്കാം. ആൻഡ്രോയിഡിൽ ഞാൻ ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ ഇതേവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതായത് കണ്ടില്ലേ, ഡയറക്റ്റ് നമുക്ക് ഗാലറി തന്നെ ഈ ഫയൽസ് എല്ലാം കാണാനായിട്ട് പറ്റും. നമ്മുടെ മ്യൂസിക് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മ്യൂസിക് ഉണ്ടായിരിക്കും കേട്ടോ. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്.